അതൊന്നും പറഞ്ഞാ പറ്റില്ല. രാവിലെ വീട്ടിലേക്ക് വന്ന് കയറിട്ട് അതും ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഒന്നും കഴിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാ എങ്ങനെയാ? അതെന്തു മര്യാദയാ? അംബിക മാഡം എപ്പോഴും ഞങ്ങളെ ഞെട്ടിക്കുകയാണല്ലോ. ശരിക്കും വർമ്മ സാറിനെക്കാളും വളരെ താഴ്ന്ന ഹൃദയത്തിന്റെ ഉടമയാ അംബിക മാഡം. അച്ഛനെ കണ്ടാണല്ലോ പ്രതാപം പഠിച്ചത്. ചെറുപ്പത്തില് അച്ഛനും അമ്മയും പറയുമായിരുന്നു അച്ഛന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്ന്. നാളൊരു കാലത്ത് മാഡം രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ലെന്ന് ആര് കണ്ടു? അയ്യോ, എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ലെന്നേ. അങ്ങനെ പറയരുത് മാഡം. ഒരു വീട്ടില് 2 വകുപ്പ് മന്ത്രിമാരുള്ളത് കുടുംബത്തിന് അഭിമാനമല്ലേ? ഞങ്ങൾക്കും അത് വലിയ സന്തോഷമായിരിക്കും. അംബിക മാഡം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കും. ഇവന്റെ ഒരു കാര്യം. ഓ, എന്താടാ കരയില്ലേ? ഓ, മാവിക്ക് വിശക്കാണോ? എന്താ വേണ്ടേ? ഓ, എന്താ മേഡം ഒരു ബഹളം കേട്ടെ? നീ കേട്ടായിരുന്നല്ലേ നിന്റെ ഭർത്താവ് വന്നതാ. കുഞ്ഞ് കരയുന്നത് അവന് ബുദ്ധിമുട്ടാണെന്ന്. കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അയ്യോ, മേഡം എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ അവനോട് പറയാനുള്ളത് പറഞ്ഞ് കണക്കിന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അവൻ രാവിലെ തന്നെ മദ്യപിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. നീ ഒരു കാര്യം ചെയ്, അവന് വിശക്കുന്നു പറഞ്ഞു. എന്തെങ്കിലും ആഹാരം എടുത്ത് വെക്കാനും പറഞ്ഞു. നീ ചെന്ന് എന്താന്ന് വെച്ചാ അവന് കൊടുക്ക്. അല്ലെങ്കിലേ അവൻ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കും. മാഡം, ഞാൻ ചെന്ന ദീപക് സാറിന് അത് ഇഷ്ടപ്പെടുവോ? അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല ദിവ്യ. കുറച്ചൊക്കെ കാര്യങ്ങള് ധൈര്യപൂർവ്വം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വേണം. നീ നിൽക്കുന്ന പോലെ ഇങ്ങനെ പേടിച്ചു നിന്നാ ശരിയാവില്ല. അവൻ നിന്റെ തലയിൽ കയറത്തേ ഉള്ളൂ. ദിവ്യ, നീ ഇപ്പൊ അവന്റെ ഭാര്യയാണ്. എന്റെ അച്ഛനത് അംഗീകരിച്ചതുവാ. അപ്പൊ നീ മടിച്ചു നിൽക്കാതെ വേഗം ഹാളിലേക്ക് പോ. അല്ല മാഡം, അംബിക മാഡം, ഞാൻ ദീപക് സാറിന് ആഹാരം കൊടുക്കുന്നെങ്ങനെ കണ്ടു കഴിഞ്ഞാ അത് വലിയ പ്രശ്നമാവില്ലേ? അമ്മായി വീട്ടിലില്ല, ക്ഷേത്രത്തിൽ പോയിരിക്കുക. നീ എന്തായാലും ആഹാരം എടുത്തു കൊടുക്ക്. അമ്മായി വന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ശരി മാഡം. സത്യം പറയാലോ മാഡം, മാഡം അടുത്ത ഇലക്ഷന് നിന്നാ ഒരു വകുപ്പ് മന്ത്രിയായിട്ടല്ല, ഒരു ശക്തിയായ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പാ മാഡം. അംബിക മാഡത്തിന്റെ ഈ എളിമയും വിനയവും വേറെ ഏത് സ്ത്രീ നേതാവിനാ ഉള്ളത്? നിന്നോട് ആരടി പറഞ്ഞത് എന്റെ മകന് ഭക്ഷണം എടുത്തു വെക്കാൻ? അവൻ പറഞ്ഞു നിന്നോട്? ഇല്ല മാഡം, എന്നോട് ഋതിക മാഡമാ ദീപക് സാറിന് വിശക്കുന്നു, ഭക്ഷണം ചൂടാക്കി വെക്കാൻ പറഞ്ഞത്. അത് ശരി. അങ്ങനെ ആരെങ്കിലും എന്റെ മകന്റെ കാര്യം പറഞ്ഞാ നീ അങ്ങ് ചാടി വീടുവോ ചെയ്യാൻ? ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നീ പറഞ്ഞ നുണകളൊക്കെ കേട്ടിട്ട് കേട്ടില്ലാന്ന് നടിച്ച് എല്ലാം ഞാൻ സഹിച്ച് പോട്ടെ പോട്ടേന്ന് വയ്ക്കുന്നതേ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മകന്റെ നിരപരാധിത്വം തെളിയും ഓർത്തിട്ടാ. മനസ്സിലായോടി? നിന്റെ നാവിറങ്ങി പോയോടി അസത്തെ. എന്നോട് ഋതിക മാഡം പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്? എന്റെ മകന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനിവിടെ ഉണ്ട്. കേറി പൊടിയാത്ത. കാശിന് വേണ്ടി സ്വന്തം മാനം പോലും നോക്കാതെ മറ്റുള്ളവരുടെ നുണ കേട്ട് നടക്കുന്ന കണ്ട തെണ്ടികൾക്കൊന്നും കേറി ഇറങ്ങാനുള്ളതല്ല ഞങ്ങളുടെ വീട്ടിലെ കിച്ചൻ. പോടി. പറയൂ രോഹൻ, എന്താ വിളിച്ചേ? അതെ, അത് നമ്മുടെ കാര്യേ. നമ്മുടെ കാര്യം പറഞ്ഞോ രോഹൻ. എന്താന്ന് വെച്ചാ പറയേ. അല്ല, വർമ്മയെങ്കിലും അമ്പിയാന്റെയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ സിഎമ്മിനെ കാണാൻ പോയിരിക്കുക. അമ്മായി ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോ ഹോസ്പിറ്റൽ വരെ പോയിരിക്കുക. അമ്മയ്ക്ക് ചെറിയൊരു തലകറക്കം. അയ്യോ, ആണോ? സിഎമ്മിനെ കാണാൻ വല്യേച്ചനും പോയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞായിരുന്നു അവര് പോയത്. വർമ്മയെങ്കിലും വീട്ടിൽ കാണില്ല. ഋതിക ഫ്രീ ആയിരിക്കുമെന്ന് ഞാൻ ഓർത്തു. അതുകൊണ്ടാ ഞാൻ ഈ സമയത്ത് തന്നെ വിളിച്ചത്. അല്ല, അംബിക ആന്റിക്ക് എങ്ങനെയുണ്ട്?
അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ചെറിയൊരു BP വേരിയേഷൻ ആയിരിക്കും, അല്ലാതെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കേടോ. എടോ, തന്നെ ഞാൻ വിളിച്ചതേ തന്നോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനാ. നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചിരുന്നു. എന്താടോ, തനിക്കൊരു സന്തോഷമില്ലാത്ത പോലെ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലേ? എന്നുവെച്ചാ ഒരു സന്തോഷമില്ലല്ലോ. അങ്ങനെയല്ല, റോഹൻ പറഞ്ഞോ. വീട്ടില് സംസാരിച്ചിട്ട് അച്ഛനും അമ്മ എന്ത് പറഞ്ഞു? പക്ഷെ സീരിയസ്ലി ഞാൻ തന്നെ കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ടായിരുന്ന, ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ എല്ലാ ലക്ഷണങ്ങളും തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചപ്പോ അവർക്ക് പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ബാക്കിയൊക്കെ എന്റെ ഇഷ്ടമെന്ന ഒറ്റ വാക്കില് അവര് കാര്യങ്ങൾ പറഞ്ഞു ചുരുക്കി. ഇനി തന്റെ ഒരു വാക്കില എല്ലാം ഇരിക്കുന്നത്. എന്താ തനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്? ഹലോ?